ആയുസ്സിൽ ഒരു പ്രാവശ്യം ഗീബത്ത് പറഞ്ഞാൽ 10 ശിക്ഷകളെ കൊണ്ട് അല്ലാഹു തആല അവനെ പരീക്ഷിക്കും. അൽ ഊല, ഒന്നാമത്തത് യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരെയാകും. അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരെയാകുക എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ്. റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരെയാകുക എന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷയല്ല. കാരണം അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ഒരാൾ അകന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പ്രതീക്ഷിക്കാനാണ്? രണ്ടാമത്തത് യഖ്തഉൽ മലായികത്തു അൻഹു സുഹ്ബ, മലക്കുകൾ അയാളിൽ നിന്ന് സഹവാസം മുറിച്ചെടുക്കും. മലക്കുകൾ അയാളോട് സഹവസിക്കൽ മാറ്റിപ്പോകും. ഗീബത്ത് പറയുന്നവനോട് മലക്കുകളുടെ സഹവാസം നിന്നുപോകും. അതേ റഖീബ് അതീദ് എന്ന മലക്കുകളെ പറ്റിയല്ല പറഞ്ഞത്, റഹ്മത്തിന്റെ മലക്കുകളില്ലേ, മുഅ്മിനീങ്ങളെ കൂടെ നടക്കുന്ന മലക്കുകളില്ലേ, ഹഫളത്തിന്റെ മലക്കുകൾ. അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ഗീബത്ത് പറയുക. മൂന്നാമത്തെ വിഷയം യകൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ, മരിക്കുന്ന നേരത്ത് അവന്റെ ആത്മാവ് പിരിഞ്ഞു പോകുന്നത് വളരെ കടുപ്പമേറിയ രീതിയിലാണ്. വളരെ സഹിലാർന്ന രീതിയിൽ, എളുപ്പമാർന്ന രീതിയിൽ, ആർക്കും ഒരു പ്രയാസവും വരുത്താത്ത രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നവരില്ലേ, അവർ കെലിമ ചൊല്ലാനും ഉളുവെടുക്കാനും ഒന്നും അവർക്കൊരു പ്രയാസമല്ല. ഉളുവെടുത്തിട്ടുണ്ട്, നല്ലവണ്ണം അവർ കുളിച്ചിട്ടുണ്ട്, ഉളുവെടുത്തിട്ടുണ്ട്, വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അത്തറെല്ലാം പുരട്ടിയിട്ടുണ്ട്. ഒരൊറ്റ നിസ്കാരവും ഖളാകുന്ന പരുവത്തിൽ അവരങ്ങനെ അവശനിലയിൽ കിടന്നിട്ടുമില്ല. സന്തോഷത്തോടെ യാത്രയായിട്ടുണ്ട്. അങ്ങനെയല്ല, എത്ര നല്ല യാത്രകളുണ്ട്. അതേ സമയത്ത് ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ മരിക്കുന്ന നേരത്തോ അവന്റെ ആത്മാവ് പിരിയുന്നത് കടുപ്പമേറിയ രീതിയിലാണ്. നാലാമത്തത് യസീറു ഖരീബൻ ഇലന്നാർ, അവൻ നരകത്തിലേക്ക് അടുത്തവനാകും. നരകത്തിലേക്ക് അടുത്തവനാകാൻ കാരണം അവന്റെ വിഷയങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു പോയിട്ടില്ലല്ലോ. പൊറുക്കപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഗീബത്ത് പറഞ്ഞത് അത് ശരിക്കും അങ്ങനെ തന്നെ പൊരുത്തപ്പെടിക്കേണ്ട സംഗതി തന്നെയാണ്. അത് പറഞ്ഞ ആള് പറയപ്പെട്ട ആളോട് ശരിക്കും തുറന്നു പറഞ്ഞ് പൊരുത്തപ്പെടിക്കേണ്ട വിഷയം തന്നെയല്ലേ. ഒരു പരിഹാസം വന്നാൽ ആ പരിഹാസം പൊരുത്തപ്പെടിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ചു പൊരുത്തപ്പെടിക്കന്നെ വേണം. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സ്വഹാബി വരുന്നല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ തങ്ങള് അവിടുത്തെ ശബ്ദവും ആ ശബ്ദത്തിന്റെ സൗന്ദര്യവും സമ്മതിച്ച് വാങ്ക് വിളിക്കാൻ പലരും മുന്നോട്ട് വന്നപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ നല്ല ശബ്ദമുള്ള ആളാണെന്ന് തങ്ങൾ സമ്മതിച്ച് വാങ്കിനേൽപ്പിച്ച മഹാൻ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോ വർഗക്കാരിൽപ്പെട്ട സ്വഹാബിയാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയ ഒരു വാക്കുതർക്കം ഉണ്ടായപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ ചെറിയ ആളൊന്നല്ല, വലിയ പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്, വളരെയധികം സൂക്ഷ്മതയിൽ കഴിഞ്ഞ ആളാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പ്രകാരം അന്നത്തെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവാക്കിക്കൊള്ളണമെന്നാണ്. അത് എടുത്തു വെച്ചാൽ അത് ഖൻസായി മാറുമെന്ന് വീക്ഷണമുള്ള സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. നമ്മൾ ഖുർആനിൽ പറയുന്നുണ്ട്, സ്വർണവും വെള്ളിയും സക്കാത്ത് കൊടുക്കേണ്ട കണക്കിന് കൊടുക്കാതെ ഒരാള് നിധിയായി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ അതിന് വലിയ ശിക്ഷ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നത് ഇന്നത്തെ ചെലവിന്റെ കഴിഞ്ഞ നാളത്തേത് നമ്മൾ നോക്കേണ്ടതില്ല, അള്ള തരും. അത് മഹാനവറുകൾ സൂക്ഷ്മതയുടെ മദ്ഹബ് പറഞ്ഞാണ്, നമ്മളാ മദ്ഹബനുസരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞല്ല. അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മഹാന്മാർ അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഇങ്ങനെ ആ ചൂടിനിടയിൽ ഒന്ന് വിളിച്ചു, ഇബ്ന സൗദാ എന്നൊരു വിളി. ഇബ്ന സൗദാ എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ ഉമ്മയും കൂടി പെട്ടു. കറുത്ത ഉമ്മാക്ക് ജനിച്ച മോനെ എന്നാണ് നേർക്ക് നേരെ ആ വാക്കിനർത്ഥം.
അവിടെയും നിറത്തിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം വന്നല്ലോ. ഇത് വന്നപ്പോ ബിലാൽ റളിയല്ലാഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ ഒന്നും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അബൂദർ ഗിഫാരി തങ്ങളെ, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, നിങ്ങളില്ല ജാഹിലിയ്യ സ്വഭാവം കുറച്ച് ബാക്കിയുണ്ടോ? നിങ്ങളിപ്പോഴും ഈ നിറത്തെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന എന്താ? നിങ്ങളിപ്പോ ഉമ്മാന്റെ നിറം പറഞ്ഞ അതിൽ മോനും പെട്ടു. ആ ഉമ്മാക്ക് ജനിച്ച മോനല്ലേ എന്നല്ലേ പറഞ്ഞത്? ഉമ്മാനും മോനെ അടക്കാണല്ലോ പറഞ്ഞ്. നിങ്ങൾ ഈ നിറത്തെ ആക്ഷേപിച്ചത് എന്താ? അത് ശരിയായില്ലല്ലോ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മാപ്പ് ചോദിച്ചു എന്ന് മാത്രല്ല, എത്രത്തോളമാണ് ആ മാപ്പിന്റെ ആഴം പുറത്തു വന്ന ശേഷം മഹാനവർകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാൽ തങ്ങളെ, നിങ്ങളെ ഈ കറുത്ത കാല് തന്നെ ഒന്ന് എടുത്ത് എന്റെ കവിളിലേക്കൊന്ന് വെക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊന്നും വേണ്ട, അല്ല വെക്കണം, അല്ലാതെ നിങ്ങളെ ഞാൻ വിടൂല, എനിക്കൊന്ന് തൃപ്തിയാകണം. നിങ്ങളെ ഈ കറുത്ത കാൽപാദം എന്റെ കവിളിലേക്കൊന്ന് വെക്കട്ടെ. നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായിട്ടോ വർണ്ണത്തിലോ ദേശത്തിലോ ഭാഷയിലോ എനിക്കൊരു വിവേചനവും ഇല്ല. പൂർണ്ണമായും ഞാൻ നിങ്ങളെ സമ്മതിക്കുന്നു. പലപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു വേണ്ടാതെ പറഞ്ഞിട്ടും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. പിടുത്തം വിടാതെ കാലങ്ങനെ പിടിച്ചു വെച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി മഹാനവറുകൾ കാലുപൊക്കി കൊടുത്തപ്പോ ആ കാലെടുത്ത് കവിൾ തടത്തിലേക്ക് വെച്ചു. പൂർണ്ണമായ പൊരുത്തം വാങ്ങി. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് തിരുത്തേണ്ട രൂപത്തിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ അത് പിന്നൊരു വിനയായി മാറും. ആഖിറത്തിൽ നരകത്തിലേക്ക് അടുത്തവനാകും ഗീബത്ത് പറഞ്ഞാള് എന്ന് പറയാൻ കാരണം കടുപ്പമേറിയ വാക്കാണ് പറഞ്ഞതെങ്കിൽ ആ വാക്കിന്റെ കനത്തിനനുസരിച്ചുള്ള അമലല്ല മുറിച്ചു കൊടുക്കുമ്പോ സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യവാനായ അമലൊന്നും ശേഷിപ്പില്ലെങ്കിൽ പിന്നെയാൾക്ക് വഴി തുറക്കുന്നത് നരകത്തിലേക്കാണല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിൽ ഉള്ള മുഫ്ലിസ് അല്ലല്ലോ ആഖിറത്തിലുള്ള മുഫ്ലിസ്. ദുനിയാവിൽ ഒരുപക്ഷെ അവൻ മുഫ്ലിസായിരിക്കൂല. സ്വഹാബത്തിനോട് നബി തങ്ങൾ പ്രത്യേകം ചോദിച്ചൊരു ചോദ്യമാണത്. ഓ സ്വഹാബ, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവൻ തുലഞ്ഞവനാണ്, തനിപ്പാപ്പരായവനാണ്. അവരാനാണെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ സാധാരണ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറുള്ളത് ദിർഹമും ദീനാറും ഒന്നും കയ്യിലില്ലാതെ ഒരു വകുപ്പും ഇല്ലാതെ ജീവിക്കുന്ന ആളാണ്. തങ്ങൾ പറഞ്ഞു, അതല്ല, നിസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്. പക്ഷേ വയഅതി വഖദ് ശതമ ഹാദാ വയഅതി വഖദ് കദഫ ഹാദാ വയഅതി വഖദ് ളറബ ഹാദാ വയഅതി വഖദ് ലഅന ഹാദാ. വ്യത്യസ്ത ആളുകളോട് വ്യത്യസ്ത രൂപത്തിൽ അയാൾക്ക് ബാധ്യതയുണ്ട്. ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഒരാളെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്, ഒരാളെ കോലം നശിപ്പിച്ചിട്ടുണ്ട്, ഒരാളെ കോലം കെട്ടിയിട്ടുണ്ട്, വേറൊരാളെ കോലം കത്തിച്ചിട്ടുണ്ട്, വേറൊരാളെ അറിയാതെ അടിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ പല രൂപത്തിൽ ഹക്കുകളുള്ള മനുഷ്യൻ ആഖിറത്തിൽ വരുമ്പോ അയാളിൽ നിന്ന് ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ മുന്നോട്ട് നിൽക്കുമ്പോ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ അല്ലാഹു പറയുമ്പോ അയാളെ ഹക്കിൽ നിന്നെടുത്തിട്ട് നിസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും എല്ലാം വീതം വെച്ചു കൊടുക്കുന്നു. അങ്ങനെ വിഹിതം വെച്ചു കൊടുത്തിട്ട് ശേഷിക്കുന്ന സമ്പത്ത് ഒന്നും ഇല്ലാതിരിക്കുകയും അവകാശികൾ ഇനിയും മിച്ചം വരികയും ചെയ്യുമ്പോ എന്ത് ചെയ്യണം? അവർക്കും വേണല്ലോ അവകാശം. അഹ്കമുൽ ഹാക്കിമീനായ റബ്ബ് തആല ആ അവകാശികളോട് നീതി പാലിക്കുന്നവനല്ലേ? അവർക്ക് എത്ര കിട്ടാനുണ്ട്? ഹക്കുകൾക്കനുസരിച്ച്, അവർക്ക് കിട്ടാനുള്ള വകുപ്പുകൾക്കനുസരിച്ച് അവരിൽ നിന്ന് സയ്യിആത്തി മനുഷ്യനിലേക്ക് ഇട്ടുകൊണ്ട് അതാ ഇയാളെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടുന്നു. ആ അർത്ഥത്തിൽ അയാൾ തുലഞ്ഞവനാണ്,
മുഫ്ലിസായി ജീവിച്ചു എന്ന അർത്ഥത്തിലല്ല. ജീവിച്ചതൊക്കെ സന്തോഷരൂപത്തിലാണ്, പക്ഷേ ഒന്നും പെറുക്കിയെടുക്കാനില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം, കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം. കുറ്റം പറയുന്നിടത്തുനിന്ന് മാറി നിൽക്കാനുള്ള മനസ്ഥിതി വേണം. അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മാറിപ്പോകാൻ കഴിയണം. അതല്ലാത്തത് മറ്റുള്ളത് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയൂന്ന് പറയാനുള്ള ധൈര്യം വേണം. ആ ധൈര്യം മുസ്ലിങ്ങളെ നമ്മൾ ഓരോരുത്തരും സംഭരിക്കണം. ഉമ്മമാരെ നമുക്കതിന് യോഗ്യത വേണം. ഭക്ഷണം കഴിക്കുന്ന മക്കൾ അവര് സംസാരിക്കുന്ന സംസാരത്തിൽ ഇറങ്ങി വരുന്നത് നാട്ടിലെ ഏതോ ഒരു വ്യക്തിയാണ്, നിങ്ങൾ അയാളെ ഇവിടെ പറയണ്ട, ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വേറെ വല്ല വഴിക്കും നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷേ ഭക്ഷണത്തിന്റെ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയുകയും അവരെ സംസാരം അത് നിർത്താനും കാരണമാകും. മറ്റൊരാളെ ചർച്ചയിലേക്കൊരു നിലക്കും കടക്കാൻ സമ്മതിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു രംഗമാണ്. ഇരിക്കട്ടെ, ഞാൻ ആ ഹദീസ് പൂരിപ്പിക്കട്ടെ. 5ാമത്തെ ശിക്ഷ പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ ആ മനുഷ്യൻ നരകത്തിലേക്ക് അടുത്തവനാകും. 4ാമതായി 5ാമതായി യസീറു ബഈദം മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് അകലത്താകും. 6ാമതായി യസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷ അവന്റെ മേൽ കഠിനമാകും. ഗീബത്ത് പറയുന്ന ആള് ഖബറിൽ ശിക്ഷ അനുഭവിച്ചത്, നമീമത്ത് പറയുന്ന ആള് ഖബറിൽ ശിക്ഷ അനുഭവിച്ചത് നേരിട്ട് നോക്കിക്കണ്ട നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിന് തങ്ങളൊരു പരിഹാരം അവിടെ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ശിക്ഷയിൽ നിന്നവർക്ക് ലഘൂകരണം കിട്ടാനാണ്. എന്നാലും അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു വിഷയം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടല്ലേ തഖ്ഫീഫിന് വേണ്ടി റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഖബറിന്റെ ശിക്ഷ കഠിനമാണ്. 7ാമത് യഹ്ബിതു അമലുഹു, അവന്റെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. 8ാമത് യതഅദ്ദാ മിൻഹു റൂഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ ആത്മാവ്, പിരിഞ്ഞു പോകുന്ന ആത്മാവ് തങ്ങളുമായുള്ള റൂഹുമായി ആത്മാവുമായി കണക്ഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഗീബത്ത് പറഞ്ഞ ആളെ ആത്മാവ് പിരിഞ്ഞു പോകുമ്പോ ആ ആത്മാവ് നല്ല ആത്മാവാണെങ്കിൽ സ്വാലിഹീങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഇല്ലിഗീനിലാണ് എത്തിച്ചേരേണ്ടത്. പക്ഷെ ആ ഇല്ലിഗീനിൽ ഏറ്റവും ആലാ മഖാമിലുള്ള റൂഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹാണ്. ആ ഒരു ഉന്നതമായ സ്ഥാനം വേറെ ആർക്കില്ലല്ലോ. പക്ഷെ ആ പരിശുദ്ധാത്മാവുമായി റൂഹുമായി കണക്ഷൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം ഇയാൾ ആത്മാവിന് പരിശുദ്ധി കുറഞ്ഞുപോയി. അപ്പൊ തങ്ങളുമായുള്ള ആത്മാവിന് റൂഹിനോട് കണക്ഷൻ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഇയാളുടെ ശരീരത്തിൽ ഇയാളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തരത്തിൽ ആ ആത്മാവ് ക്ലിയർ ചെയ്ത് ഇവിടുന്ന് പോയിട്ടില്ല. ഒരുപാട് ഹക്കുകൾ അതിനോട് കടപ്പെട്ടിട്ടുണ്ട്, ബാക്കിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും 9ാമത്തെ ശിക്ഷ പറയുന്നത് യസ്തിത്തുല്ലാഹു അലൈഹി, അള്ളാഹു അയാളെ മേൽ കോപിക്കും. ഈ ഗീബത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട് പലയിടത്തും. അവിടൊക്കെ അള്ളാഹു തആല ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ബാക്കി വശത്ത് അള്ളാഹു തആല ശിക്ഷയാണ് പറയുന്നത്. 10ാമതായി നേരത്തെ നമ്മൾ പറഞ്ഞു യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമത്തി ഇൻദൽ മീസാൻ, മീസാനിന്റെ അടുക്കൽ ഇയാൾ മുഫ്ലിസായിത്തീരും, പാപ്പരായിത്തീരും, തൊലഞ്ഞവനായിത്തീരും, ഒന്നിനും പറ്റാത്ത ആളായിത്തീരും. അവന്റെ അടയാളങ്ങൾ വിശദീകരിച്ചിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ. ഞാനത് തുടങ്ങി വെക്കുകയാണ്, പൂരിപ്പിക്കൽ നാളെ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ. ഈ കളിയാക്കുന്ന കുറ്റം പറയുന്ന ആൾക്കാർക്കുള്ള സ്വഭാവങ്ങൾ, അവർക്ക് എങ്ങനെയാണിത് പറയാൻ തോന്നിയത്, അവർക്കിങ്ങനെ പറയാനുള്ള ഒരു വകുപ്പെന്താ? ഒന്നുമല്ല. അല്ലദീ ജമഅ മാലൻ, അവർ കുറെ സമ്പത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വഅദ്ദദഹു, അതിനെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കി കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് ധാരാളം. അപ്പോ സമ്പത്ത് ഇഷ്ടം പോലെ വന്നതുകൊണ്ട്
ഇനി ആരെയും പരിഗണിക്കേണ്ടതില്ല എന്നൊരു മനോഭാവം വന്നു. അപ്പൊ പിന്നെ ആരെയും എന്തും പറയാമെന്നായി അങ്ങനെ പറഞ്ഞു. കാരണം അതിന് കുഴപ്പമില്ല എന്നാണ് ചിന്തിച്ചത്. കാരണം എനിക്ക് ജീവിക്കാൻ മാത്രം എന്റെ അടുത്തുണ്ടല്ലോ. ഇനി എന്തിനാണ് അയാളെ പരിഗണിക്കേണ്ട ആവശ്യം? ഇനി എന്തിനാണ് മറ്റാളെ പരിഗണിക്കേണ്ട ആവശ്യം? ഇനി എന്തിനാണ് ആ ഉസ്താദിനെ ബഹുമാനിക്കേണ്ട ആവശ്യം? ഇനി എന്തിനാണ് ഇയാളെ പരിഗണിക്കേണ്ട ആവശ്യം? ഇനി എന്തിനാണ് ആ തങ്ങളെ പരിഗണിക്കേണ്ട ആവശ്യം? ആരെയും ആവശ്യമില്ല. അങ്ങനെ എല്ലാവരെയും പറയേണ്ട സമയങ്ങളിലൊക്കെ ഓരോരുത്തരെയും പറയാൻ വേണ്ടി തോന്നുന്നവർക്ക് പറയും. എല്ലാവരെയും